നേഷൻ ഫസ്റ്റിൽ നിന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തെട്ടാലിയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. FCRA നിയമം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ഇത് ചർച്ചയാകുന്നുണ്ട്. ഇത് ക്രൈസ്തവ സഭകൾക്ക്, എല്ലാവരും ആരോപിക്കുന്നത് പോലെ ക്രൈസ്തവ സഭകൾക്ക് വെല്ലുവിളിയാകുന്ന ഒരു ബില്ല് തന്നെയാണോ? ഞാൻ കൃത്യമായി ഞാനിത് വായിച്ചിരുന്നു, ആ ആക്ട് വായിച്ചിരുന്നു. അത് തന്നെയല്ല, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് നമ്മുടെ വഖഫ് ബോർഡ് അമെന്റ്മെന്റ് ഇതേ വർഷം ഞാൻ അതിൽ ഒരു 1-2 ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഞാൻ 2 ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ ആ അമെന്റ്മെന്റിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതായത് വസ്തുവകകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ആ അമെന്റ്മെന്റിന്റെ ക്രക്സ് അതാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇത് വായിക്കുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. കൃത്യമായി എന്റെ ബോധ്യം ഇത് കൃത്യമായും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ അസറ്റ് കോൺഫിസ്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു നിയമമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അമെന്റ്മെന്റ് ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വക്കീലാണ്, ഒരു അഭിഭാഷകനാണ് ഞാൻ. കാരണം ഈ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇതിനു മുമ്പ് 2010 ആക്ടിൽ ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുകയോ, അതായത് ഈ NGOയുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ സർക്കാർ എന്ത് നടപടി എടുത്താലും അതിനെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കാൻ പറ്റും. ഈവൻ ലോക്കൽ കോർട്ട് അപ് ടു ഹൈക്കോർട്ട്, പിന്നെ സ്വാഭാവികമായിട്ട് സുപ്രീം കോർട്ടിൽ പോകുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കൃത്യമായും നമ്മുടെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യുന്ന ഡേറ്റ് കഴിഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആയി പോവുകയോ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ ഉള്ള കാരണം അതായത് റിന്യൂ ചെയ്യാതെ ഡെലിബറേറ്റ്ലി സാധനം മേടിച്ച് ഫയലിൽ വെച്ചിട്ട് റിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഓപ്പറേഷൻ ഓഫ് ദിസ് അമെന്റ്മെന്റ് ദ പ്രോപ്പർട്ടി വിൽ ബി വെസ്റ്റഡ് ടു എ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഇതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. മറിച്ച് 2010 ആക്ടിൽ കൃത്യമായി നമുക്ക് അതിനെ ചലഞ്ച് ചെയ്യാം. 2010 ആക്ടിൽ എന്തുകൊണ്ടാണ് എന്റെ ഈ ആപ്ലിക്കേഷൻ ഓൺ വാട്ട് ഗ്രൗണ്ട് യു ഹാവ് ഡിസൈഡഡ് നോട്ട് ടു റിന്യൂ എന്ന് ആപ്ലിക്കന്റിനെ നിയമപരമായി അറിയിക്കേണ്ട ഒരു ബാധ്യത ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അത് കംപ്ലീറ്റ് ഡൺ അവേ വിത്ത് ഇറ്റ്. അത് ഇപ്പൊ എന്താണ് കാരണം എന്ന് പറയുക പോലും വേണ്ട, അങ്ങ് നേരെ പിടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതില് ഈ മറ്റൊരു ഗുരുതരമായ അപകടം എന്ന് എനിക്ക് തോന്നിയത്, ഇതിന്റെ ഒരു നിയമം, നമ്മൾ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു നിയമം പാസ്സാകുമ്പോൾ ആ അതിന്റെ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയും, ലീഗൽ ടെർമിനോളജി ചെക്സ് ആൻഡ് ബാലൻസ്. അതിലെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി, അതിലെ ലോ ഓഫ് ദ ലാൻഡിന്റെ മറ്റ് ആപ്ലിക്കേഷൻസ്, ഇത് കൃത്യമായി ഈ നിയമത്തിൽ, ഈ അമെന്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ളത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് നമുക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ നിയമം അധികാരത്തിൽ വരുമ്പോൾ ചലഞ്ച് ചെയ്യപ്പെടും, അത് ഇംപ്ലിമെന്റ് ആകുമ്പോഴത്തേക്ക് അത് ചലഞ്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇതിൽ യഥാർത്ഥത്തിൽ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് കോൺഫിസ്കേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതല്ലാണ് ഇതിന്റെ പ്രധാനമായ കാരണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതെ. അപ്പോൾ 2010 ശേഷം 2016 ഇത്തരത്തിലൊരു അമെന്റ്മെന്റ് ഉണ്ടാകുന്നത് അതിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതുണ്ടോ? അത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമായിട്ടല്ല മേഘ, കൃത്യമായും RSSന്റെ ഐഡിയോളജിയുമായി നമ്മൾ ചേർത്ത് വേണം വായിക്കാൻ. ഈ RSS ഈ ബെഞ്ച് ഓഫ് ലോർഡ്സിൽ പറയുന്നത്, വി ആർ ഹിന്ദുസ് ബൈ ദ ബർത്ത്. അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഹിന്ദുസ് ആണ്. ബട്ട് ദേ ആർ ലൈക്ക് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്. അവര് ജന്മം നൽകി കഴിഞ്ഞ് ബാപ്റ്റൈസത്തിലൂടെയും സർക്കംസംഷനിലൂടെയും ഈ ക്രിസ്ത്യാനിയാവുകയും മുസ്ലിം ആവുകയും ചെയ്യുകയാണ്. സോ ഇത് അവരുടെ രാജ്യമല്ല, ഇറ്റ്സ് ബിലോങ് ടു അസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ബില്ലിലെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം, ഈ ബില്ല് എക്സെപ്ഷൻ കൊടുക്കുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കാണ്. അത് ഞാൻ സത്യം പറഞ്ഞ വണ്ടേർഡ് ആയിപ്പോയി അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കൊടുക്കുന്നത്, ഇത് കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. ഹിന്ദു കർത്ത ഫാമിലിക്ക് അതിൽ എക്സെപ്ഷൻ ഉണ്ട്. അതെന്തിനാണ് എക്സെപ്ഷൻ എന്ന് എന്തുവാണ് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് അതിലെ എക്സെപ്ഷൻസ്, കർത്ത ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി
ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ പ്രോപ്പർട്ടിക്ക് ഇത് ബാധകമല്ല. അപ്പം എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എന്തിനാണ് ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെ ഒരു 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 റിലീജിയസ് ഡിനോമിനേഷനെ മാത്രം ഇതിൽ നിന്ന് എക്സെപ്ഷൻ കൊടുക്കുകയും ബാക്കി ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ നടത്തുന്നത് ചാരിറ്റി അതായത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2-3 മാസം മുമ്പ് സുപ്രീം കോടതി ഉണ്ടായി. ഞാൻ സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്തിരിക്കുന്ന 2 സീനിയർ വക്കീൽമാരാണ്. സുപ്രീം കോടതിയിലെ 2 സീനിയർ വക്കീൽമാർ. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ചർച്ച ഇതാണ്, ഈ മൈനോറിറ്റിയുടെ പ്രശ്നവും രാഷ്ട്രീയമൊക്കെയാണ് സംസാരം. അപ്പൊ ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ഒരു ടേബിളിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ഭാഷയാണ്, നമ്മളൊക്കെ പഠിച്ചത് വി സ്റ്റഡീഡ് ഇൻ എ കാത്തലിക് ബോർഡിംഗ് സ്കൂൾ, സോ ആൻഡ് വി ഹാവ് അച്ചീവ്ഡ്, വി ഹാവ് റീച്ച് അപ് ടു ഹിയർ. അതായത് അവര് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു എന്ന് രണ്ട് ഹിന്ദു സീനിയർ വക്കീൽമാര്, അതായത് ഹിന്ദുവിൽ തന്നെ അപ്പർ കാസ്റ്റുള്ള 2 സീനിയർ വക്കീൽമാര് പറയാണ്. ഞാൻ അവരുടെ തൊട്ടടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പഠിത്തം നിർത്തിപ്പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ 16-17 വയസ്സിൽ പഠിത്തം നിർത്തി കഴിഞ്ഞ് കൂലിപ്പണിക്ക് പോയി തുടങ്ങിയതാണ്. അപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഞാൻ അടങ്ങുന്ന കമ്മ്യൂണിറ്റി, ഈ ഇന്ത്യയിലെ പ്രവർത്തനം കൊണ്ട് സുപ്രീം കോടതി വക്കീലുമാരെ 2 ഹിന്ദു വക്കീൽമാരെ എന്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ പിന്നെ വക്കീലായത് ബ്രിട്ടനിൽ വന്നിട്ടാണ്. അതല്ല ഞാൻ പറയുന്നത്. അപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ എഡ്യൂക്കേഷനാണ്. അതായത് അവിടെ ചാരിറ്റി പ്രവർത്തനമാണ്, ചാരിറ്റി, അതായത് എഡ്യൂക്കേഷനാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് പിടിച്ചെടുക്കുക, അതിന്റെ അസറ്റ്, പിടിച്ചെടുക്കുന്ന അസറ്റ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിലെ ഏറ്റവും മറ്റൊരു പ്രശ്നം, ഇപ്പോ ഈ അസറ്റ് പിടിച്ചെടുത്തു എന്ന് വെച്ചോ, അതൊരു പള്ളിയുടെ അല്ലെ ഒരു പള്ളിയാന്ന് വെച്ചോ, ആ പള്ളിയിൽ ഒരു മാനേജറിനെ വെക്കാനുള്ള അധികാരം ഈ ഡെസിഗ്നേറ്റഡ് ബോഡിക്കാണ്. നമ്മളോട് കൺസൾട്ട് അതിന്റെ ഈ പള്ളി അച്ഛന്മാരുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഞാൻ എന്റെ വേറെ രീതി പറഞ്ഞുതരാം. ഇപ്പൊ പള്ളി പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ അമെന്റ്മെന്റ് ആക്ട് വഴി പിടിച്ചെടുക്കുന്നു. ആ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് പിന്നെ ആര് മാനേജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ സർക്കാരാണ്. അതിപ്പം കേരളത്തിലെ കോൺടാക്ട് ചിലപ്പോൾ കുമ്മനം രാജശേഖരൻ വരാം, അല്ലെങ്കിൽ BJPയുടെ നേതാക്കളിൽ ആരെങ്കിലും വരാം, അല്ലെങ്കിൽ ഒരു ഹിന്ദു പണ്ഡിറ്റ് തന്നെ വരാം, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഒരു സ്വാമിയില്ലേ, അങ്ങനത്തെ ഒരു സ്വാമി വരാം. അപ്പോ ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അതിൽ എന്റെ റീഡിങ് ഇതാണ്. ഇതിൽ മറ്റൊരു കാരണം കൂടെ, ഇതിന്റെ സമയവും വളരെ ക്രൂഷ്യലാണ്. കാരണം കേരളത്തിൽ ഈ എലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ്, കൃത്യമായി കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ സാധനം ഇത് ജനങ്ങളിലേക്ക്, ഈ സാധനം പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ അല്പം പേടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. കാരണം ഇത് നിങ്ങൾ ചെയ്തില്ല, നിങ്ങളത് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കും കേട്ടോ. ഇപ്പൊ നമ്മളെ ഷോൺ ജോർജ് ചോദിക്കുന്നത് കേട്ടില്ലേ, ഞാൻ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്ത് പറയും? ഞാൻ അമിത്ഷാ, ഹു ആർ യു മാൻ? ദ പീപ്പിൾ ഓഫ് കേരള, ഇത് ജനങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ഇന്നലെ മേഘ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയത്തില്ല, ഇന്നലെ ഹംഗറിയിൽ 16 വർഷത്തെ ഒരു റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് നേതാവിനെ ജനങ്ങൾ വിധി എഴുതി പുറത്താക്കി. അപ്പോ ഈ ഡെമോക്രസിയിൽ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കുന്നതിൽ ഒരു കഥയില്ല. ഡെമോക്രസിയിൽ ആരും ആർക്കും സറണ്ടർ ചെയ്യുകയുമില്ല. അങ്ങനത്തെ ചരിത്രമില്ല. അത് കേരളത്തിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള, ലോകത്തിലെങ്ങും. അപ്പോ എന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തിലാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള. ആ ക്രിസ്ത്യാനികളെ പേടിപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് കൃത്യമായി ഇറക്കിയ ഒരു അമെന്റ്മെന്റ് ആണ്. ഈ അമെന്റ്മെന്റ് അവർ കൊണ്ടുവരും, എനിക്കായിട്ട് ഒരു സംശയമില്ല. കാരണം ഇപ്പം കൊണ്ടുവന്നല്ലോ, അതുപോലെ ഇതും കൂടെ കഴിഞ്ഞ വർഷം ഈ നേരത്ത് വഖഫ് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അവരുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത പ്രോപ്പർട്ടി, അതായത് കാലങ്ങളായി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോസ്കുകൾ, അതായത് തലമുറകളായി മാറി വന്നിരുന്ന ഡോക്യുമെന്റേഷൻ കാണുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പട്ടയത്തിന്റെ കാര്യം പറയുന്നത് കൃത്യമായ ഒരു ഡോക്യുമെന്റ് ഇവ കൈവശാവകാശം മാത്രമേ കാണുകയുള്ളൂ. അതിന്റെ കറക്റ്റ് രജിസ്ട്രേഷൻ കൊണ്ടുതരിക. ആ രജിസ്ട്രേഷൻ കൊണ്ട് തന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണെന്ന് പറയുന്ന അമെന്റ്മെന്റ് അത് തന്നെ ഇതും. ഇതിലെ മറ്റൊരു പ്രശ്നം, ഈ അമെന്റ്മെന്റ് പ്രകാരം ഇപ്പം പ്രോപ്പർട്ടി പിടിച്ചെടുത്തു എന്ന് വെച്ചു, പിന്നീട് സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് എല്ലാം ക്ലിയർ ആയി ചെല്ലുമ്പോ ഉള്ളത് തന്നാ മതി, മിച്ചം ഉള്ളത് തന്നാ, എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അത് തന്നാ മതി. അതിനർത്ഥം ഈ പ്രോപ്പർട്ടി അവർക്ക് ഡിസ്പോസ് ചെയ്യാം.
അതിൽ ഏറ്റവും ജംഗിൾ ജംഗിൾ റൂൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ക്ലോസ് കൂടി ഉണ്ട്. ആ ക്ലോസ് ഇങ്ങനെയാണ്: ഈ പിടിച്ചെടുത്തിട്ട് പ്രോപ്പർട്ടി കൊടുക്കുന്ന പ്രോപ്പർട്ടിക്ക് യഥാർത്ഥ ടൈറ്റിൽ ലീഡ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആധാരത്തിന്റെ മുൾ ഡോക്യുമെന്റ് വേണമെന്ന് നിർബന്ധമില്ല. ഞാനിപ്പം പിന്നെ മേഘയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പിടിച്ചെടുക്കുകയാണ് ബൈ ഓപ്പറേഷൻ ഓഫ് ദിസ് ലോ. ഇതിങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ഇത് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ സാധനം പകുതി മേഘയ്ക്ക് തരികയാണ്. അതിന്റെ പ്രോപ്പർ ടൈറ്റിൽ ലീഡ് വേണമെന്ന് യാതൊരു നിർബന്ധവും. ഇതാണ് ഏറ്റവും ഭയാനകരമായ കാര്യം. അതെ, ഈ പറയുന്ന പിടിച്ചെടുക്കുന്ന അസെറ്റ്സിന്റെ എങ്ങനെ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ അവർക്കുള്ള അതോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഡിസ്പോസ് പോലും ചെയ്യാം. ആ ഡിസ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക് കൃത്യമായ ഡീഡിന്റെ ആവശ്യമില്ല. അതായത് ഈ നമ്മുടെ ഈ ആധാരം എഴുതുന്ന ഇതില്ലേ, ആ ഡീഡിന്റെ ആവശ്യം പോലും ഇല്ല ഇതിൽ. ഇനി ബ്രിട്ടനിൽ ഇതെങ്ങനെയാന്ന് ഞാൻ പറയാം. ബ്രിട്ടനിൽ ഈ ഡെസിഗ്നേറ്റഡ് ബോഡി എന്ന് പറയുന്നത് ചാരിറ്റി കമ്മീഷനാണ്. ഈ ചാരിറ്റി കമ്മീഷനിൽ ഇതേ രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാന്ന് വെച്ചു. അപ്പോൾ തന്നെ ഒരു ഇന്റേണൽ റിവ്യൂവിന് കൊടുക്കാം. ആ ഇന്റേണൽ റിവ്യൂവിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ടയർ ട്രൈബ്യൂണലിലേക്ക് മൂവ് ചെയ്യാം. അവിടെയും നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഹൈക്കോർട്ടിലേക്ക് ജുഡീഷ്യൽ റിവ്യൂവിന് പോകാം. ഈ കോൺഫിസിക്കേഷൻ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഫ്രാൻസിൽ എങ്ങനെയാണെന്നറിയോ? ഇത് ഫ്രാൻസിൽ ആദ്യമേ അങ്ങനെ ഇതേ രീതിയിൽ കോൺഫിസിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലേക്ക്. അതായത് ടോപ്പ് മോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടാണ്, അവിടെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനെ അർജന്റായി സസ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് കോർട്ടിലേക്ക് പോകാം. കോടതി 48 മണിക്കൂറിനകത്ത് ആ കേസ് കേൾക്കുകയും ഇഫ് നീഡ് ബി ആ സർക്കാരിന്റെ ആ ഓർഡർ സസ്പെൻഡ് ചെയ്യുകയും ഒരു ഫുൾ കണ്ടസ്റ്റഡ് ഹിയറിംഗ് കേൾക്കുന്നിടം വരെ സർക്കാരിന്റെ ആ നിയമത്തെ മരവിപ്പിക്കാനുള്ള റൈറ്റും ഫ്രഞ്ച് കോടതിയിലുണ്ട്. പിന്നെ ഇതില് ഈ ക്രിമിനൽ കോർട്ടിലേക്ക് പോവാം. ഇത് പിടിച്ചെടുക്കാനുള്ള ഡോക്യുമെന്റേഷൻസിന്റെ എല്ലാം ഇല്ലീഗലായി ഉണ്ടാക്കിയതാണോ ഫ്രോഡുലന്റായി ഉണ്ടാക്കിയതാണോ എങ്കിൽ ഇവർക്ക് ക്രിമിനൽ കോർട്ടിലേക്ക് പോയി ഈ ഡോക്യുമെന്റ് വാലിഡിറ്റി ചലഞ്ച് ചെയ്യാൻ കോടതി പോവാം. ഇനി ഇതൊന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞാലും യൂറോപ്യൻ കോർട്ടിലേക്ക് പോവാം. അപ്പോൾ 1, 2, 3, 4, 5 ജുഡീഷ്യൽ പ്രോസസ്സാണ് ടു ചെക്ക് the decisions of the government, the proportionality, ഇതിന്റെ റീസണബിൾനെസ്, ഇതിന്റെ ഫെയർനെസ്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് കോടതിയിലാണ്. ഇത് ബ്രിട്ടനിൽ അങ്ങനെ, ഫ്രാൻസിൽ അങ്ങനെ, നമ്മുടെ രാജ്യത്ത് ഈ സാധനം നേരെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു വേറെ സ്പെസിഫിക് ക്ലോസ് ഉണ്ട്. നമുക്ക് അതായത് ഈ ഡെസിഗ്നേറ്റഡ് ബോഡിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് കോടതിയിൽ പോകാം എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. പക്ഷെ ഡെസിഗ്നേറ്റഡ് ബോഡിയുടെ ഡിസിഷനാണ്. അതായത് ഡെസിഗ്നേറ്റഡ് ബോഡി ഈ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുന്നത് ബൈ ഓപ്പറേഷൻ ഓഫ് ദിസ് അമെൻമെന്റ് ആണ്. അത് ഡെസിഗ്നേഷൻ ബോഡിയുടെ തീരുമാനമല്ല. അതായത് വൺസ് ഡെസിഗ്നേറ്റഡ് പ്രോപ്പർട്ടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഡെസിഗ്നേറ്റഡ് ബോഡി എടുക്കുന്ന തീരുമാനം, അതായത് സബ്സിക്വന്റ് ആയി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണേൽ കോടതി പോകാം. പക്ഷെ ഈ പിടിച്ചെടുക്കുന്ന ഈ സംഭവം ഇല്ലേ, അതിൽ കോടതി പോകാൻ പറ്റില്ല. ഇതാണ് ഇത് 2010 നിയമവും 2010 നിയമം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് കളയാണ്. 2010 നിയമത്തിൽ ഈ പ്രോപ്പർട്ടി ഏതെങ്കിലും കാരണവശാൽ സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ആയി പോയി എന്ന് വെച്ചു. സസ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ until that is clarified or cleared, you cannot accept foreign investment, but you can use what you have already received. ഇതിൽ അത് പറ്റില്ല. ഇത് പിടിച്ചെടുക്കുകയാണ്. 2010 ആക്ട് ഇപ്പം സാധനം അവിടെ ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ഞങ്ങൾ 2010 നിയമത്തിൽ ഇത് അവർക്ക് സസ്പെൻഡ് ചെയ്യാം. പക്ഷേ ആരാണോ ഈ പാർട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ അമെൻമെന്റ് അത് കംപ്ലീറ്റ് ഡൺ അവേ വിത്ത് ഇറ്റ്. പിന്നെ ഇതിൽ മറ്റൊരു വളരെ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഇത്
കൊണ്ടുവന്ന് വെക്കുന്ന ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഈ നിയമം കൊണ്ടുവരുന്നത്. ഇത് പിടിച്ചെടുക്കാം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോ എന്റെ റീഡിങ് ഇതാണ്. ഇത് കൃത്യമായും ഒരു കമ്മ്യൂണിറ്റിയെ തീർക്കാൻ വേണ്ടി ചെയ്യുന്നവരാണ്, അല്ലാതെ മറ്റു യാതൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അതെ, ഇപ്പൊ രാജ്യത്തുടനീളം ഇതിനെതിരെ വേണ്ട രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുന്നുണ്ടോ, പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ, അതോ ഇത് അറിയപ്പെടാതെ പോവുകയാണോ? എന്റെ റീഡിങ് ഇത് കൃത്യമായി അറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാനിത് എന്റെ ഒരു സുഹൃത്തിന് എടുത്തു കൊടുത്തു. ഇന്നലെ വൈകിട്ട് ഞാൻ എന്റെ ഒരു സുഹൃത്ത് എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത വക്കീലാണ്, ഇംഗ്ലീഷുകാരൻ വക്കീലാണ്. അപ്പൊ ഇത് ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ട്, ഇറ്റ് ഈസ് ഷോക്കിംഗ്. അതായത് ഇവരിത് കമ്പയർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ലോ ആയിട്ടും ഫ്രാൻസ് ലോ ആയിട്ടും കോണ്ടിനെന്റൽ ജുഡീഷ്യലിലേക്ക് ജുഡീഷ്യൽ പ്രോസസ്സുമായിട്ടാണ് കമ്പയർ ചെയ്തത്. ഇത് കംപ്ലീറ്റ് പിടിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഒബ്ജക്ട് റീസൺസ് ആണ് ഒബ്ജക്റ്റീവ്, ഈ അമെന്റ്മെന്റിന്റെ റീസൺസ് ആണ് ഒബ്ജക്റ്റീവിൽ പറയുന്നത്. കൃത്യമായി റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഇതിന്റെ മിസ്യൂസ് മാറ്റാൻ വേണ്ടിയാണ്. ഇത് തികച്ചും തെറ്റാണ്. ഈ 2010 ആക്ടിൽ അവിടെ എന്തൊരു മിസ്മാനേജ്മെന്റ് നടക്കുകയോ അബ്യൂസ് പ്രോസസ് ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായി ക്രിമിനലൈസ് ചെയ്യുകയും അത് നമ്മുടെ അന്നത്തെ IPC, അന്നത്തെ ഈ ക്രിമിനൽ ശിക്ഷാ നിയമപ്രകാരം അത് കുറ്റകരമാണ് എന്ന് അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിന്റെ സുതാര്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത് എന്ന് പറയുകയും ആ മിസ്മാനേജ്മെന്റോ അല്ലെങ്കിൽ അത് അബ്യൂസ് ചെയ്യുന്നതോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ കൃത്യമായി ക്രിമിനലൈസ് ചെയ്തിരിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് ഇത് തന്നെ വീണ്ടും പറയുകയും, ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മാനേജ്മെന്റ് അത് കൊണ്ടുവരുന്ന പറയുകയും ഇതിൽ കൃത്യമായി ഈ സംഭവം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് വേണ്ട ഈ അമെന്റ്മെന്റിൽ കൃത്യമായി വേണ്ടത് മറ്റൊന്നുമല്ല, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട് ടു ഡു, ബട്ട് ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദി ജുഡീഷ്യൽ പ്രോസസ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ജഡ്ജ്, ജൂറി ആൻഡ് എക്സിക്യൂഷണർ എന്ന് പറയുന്നത് സർക്കാരാകുന്ന ഒരവസ്ഥയാണ്. ജഡ്ജ്, ജൂറി ആൻഡ് എക്സിക്യൂഷണർ അത് സർക്കാരാകുന്ന ഒരവസ്ഥയാണ്. അത് പറ്റില്ല. ഡെമോക്രസിയിൽ അത് പറ്റില്ല. ആർട്ടിക്കിൾ 30 കംപ്ലീറ്റ് വയലേഷൻ ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യത്തുടനീളം ഇതിനെപ്പറ്റി ഒരു അവയർനെസിന്റെ കുറവുണ്ട്. എല്ലാവരിലേക്കും ഇത് എത്തേണ്ടതുണ്ട്. ചിലപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് ഭേദഗതി ബില്ലിനെ പോലെ പ്രതിഷേധിച്ചാലും ഇത് നടപ്പിലാകുമായിരിക്കാം. പക്ഷെ എല്ലാവരിലേക്കും ഇത് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇത്രയധികം കാര്യങ്ങൾ ഞങ്ങളിലേക്ക് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു.